വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ടൊരു സ്വപ്നമാണ്. എൻ്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ കണ്ട സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് രഘുനാഥ് പലേരി എന്ന എൻ്റെ പ്രിയ സുഹൃത്ത് മാത്രമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം കണ്ടത്, ഈ സ്വപ്നം നെയ്തെടുത്തത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നും അജ്ഞാതമായ കാരണങ്ങളാൽ ആ സിനിമ സംഭവിച്ചില്ല. പിന്നീട് 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ആ സ്വപ്നങ്ങൾക്ക് ചെറുകം മുളിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയ ആളാണ് സിയാദ്. സിയാദ് ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ, വിദ്യാസാഗർ, സന്തോഷ്, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യന്മാർ, എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ച പോലെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ആദ്യ തവണ 1982-83 കാലഘട്ടത്തിൽ ഞാനും രഘുവും കൂടി ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏകദേശം 1 വർഷക്കാലം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അത് സംഭവിക്കാതെ പോയ ആ സിനിമ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോൾ 2000-ൽ അത് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ 1 വർഷക്കാലം അതിൻ്റെ പുറകിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ കാണാൻ പോലും പോകാതെ 1 വർഷക്കാലം എറണാകുളത്തെ ഒരു വീടെടുത്ത് താമസിച്ച് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തു. അത്രമാത്രം സമർപ്പണത്തോടെ ഞാൻ ചെയ്ത മറ്റൊരു സിനിമയുമില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. അതും പക്ഷേ നമ്മൾക്ക് വലിയ നിരാശ സംഭവിച്ചൊരു സിനിമയാണത്. എനിക്കും സിയാദിനും രഘുവിനൊക്കെ വലിയ രീതിയിൽ അക്കാര്യത്തിൽ വലിയ സങ്കടങ്ങൾ വരുത്തിയ ഒരു സിനിമ കൂടിയാണ്. ഇന്ന് 24 വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമയ്ക്ക് അന്ന് കാലം തെറ്റിപ്പറന്ന സിനിമ എന്ന് പറയുമ്പോൾ ഇന്ന് ഇതാണ് ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തേണ്ട കാലം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം 2000-ൽ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലുമില്ലാത്ത ഒരു തലമുറ ഇന്ന് ഈ സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ, ഈ സിനിമയോടുള്ള അവരുടെ താല്പര്യങ്ങൾ വലിയ ചർച്ചയായി മാറുമ്പോഴാണ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നു ഇത് റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്യേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കുന്ന ഒരുപാട് വലിയ ഒരു പ്രേക്ഷക സമൂഹമുണ്ട്. നിങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ ഒരു റീമാസ്റ്റേർഡ്, എഡിറ്റഡ് 4K അറ്റ്മോസ് വേർഷനിലേക്ക് ഈ സിനിമ കൊണ്ടുവരുന്നത്. ഇതിന് പുറകിൽ പ്രവർത്തിച്ചത് സിയാദിൻ്റെ മകളും ഉൾപ്പെടെയുള്ള ബോണിയൻ തുടങ്ങിയ കുറച്ച് ചെറുപ്പക്കാരുടെ കഠിനമായ പരിശ്രമമാണ് ഇതിനുള്ളത്. അവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിൻ്റെ ഒരു പ്രവർത്തനം പാതി വഴിയിൽ എത്തിയപ്പോഴാണ് എന്നെ അറിയിക്കുന്നത് ഞങ്ങളിങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. ഞാനത് പോയി കണ്ടപ്പോഴാണ് ഞാനാണ് നിർദ്ദേശിച്ചത് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ, നമ്മളിതുവരെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുമ്പ് റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ കണ്ടന്റിൽ നിന്നും കാര്യമായൊരു എഡിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വേർഷനിലേക്ക് എത്തുന്നത്. അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരുപാട് പേരുണ്ട്. പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് കൂടാതെ തന്നെ ആദ്യകാലത്ത് ഈ സിനിമ ചെയ്യുമ്പോൾ, ആദ്യ തവണ ഈ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. പ്രിയ അഭിനേതാവ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് മുരളിയും, ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് നടത്തിയ ശ്രീധറും മുരളിയും ഇന്ന് നമ്മളോടൊപ്പമില്ല. ശ്രീധർ AR റഹ്മാൻ്റെ എല്ലാ പാട്ടുകൾക്കും എല്ലാ സിനിമകൾക്കും ഫൈനൽ മിക്സിംഗ് ചെയ്യുന്ന സൗണ്ട് റെക്കോർഡിസ്റ്റായിരുന്നു. അന്ന് അദ്ദേഹം ഒരുമിച്ച് ഇതിൻ്റെ DTS മിക്സിംഗ് ചെയ്യുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ട്രാക്സ് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് രാവും പകലും ഉറക്കമൊഴിച്ചിരുന്ന് അദ്ദേഹം ഇതിൻ്റെ മിക്സിംഗ് ചെയ്തു. പക്ഷെ നമ്മളുടെ തിയേറ്ററുകൾ അന്ന് എല്ലാ വ്യാപകമായിട്ട് DTS സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും അതിൻ്റെ പരിപൂർണമായ ഒരു ആസ്വാദന സാഹചര്യം ഇല്ലാതെ പോയി എന്നുള്ളതാണ്
സംഭവിച്ച മറ്റൊരു സങ്കടം. ഇന്ന് പക്ഷേ നമ്മൾ 4K അറ്റ്മോസ് വേർഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ധാരാളം തിയേറ്ററുകളുണ്ട്. അതിന് അത്തരം സാങ്കേതിക സാഹചര്യങ്ങളുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ട്. നമ്മളിതൊരു വൈഡ് റിലീസിലേക്കല്ല പോകുന്നത്. നമ്മൾ ഇത്തരം സാങ്കേതിക സംവിധാനങ്ങളുള്ള തിയേറ്ററുകളിൽ മാത്രമായിരിക്കും ഇത് റിലീസ് ചെയ്യപ്പെടുക. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ച മറ്റ് പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം ഭൂമിയെക്കുറിച്ച് പറഞ്ഞു. ഭൂമിനാഥൻ എൻ്റെ സിനിമയുടെ ഏറ്റവും വലിയ ബലമായിട്ട് എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് ഭൂമിനാഥനാണ്. രഞ്ജിത്ത് പറഞ്ഞത് 100% ശരിയാണ്. ഇത്രമാത്രം താളബോധമുള്ള